ഇനി മുതൽ ഓൺലൈൻ മീഡിയയെ പൊതു ഇടങ്ങളിൽ പ്രവേശിപ്പിക്കില്ല. നടൻ സലിംകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ വലിയ ശല്യമായും മാർഗതടസ്സമായും ഓൺലൈൻ മീഡിയ എന്ന് അവകാശപ്പെടുന്നവർ പെരുമാറുകയുണ്ടായി. അവസാന നിമിഷം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് സലിംകുമാറിനെ ഒരു നോക്ക് കാണാൻ പോലും പറ്റാതെ ആ വീട്ടിൽ ഭൗതിക ശരീരത്തിനടുത്ത് തടിച്ചുകൂടിയിരിക്കുകയായിരുന്നു ഇവർ. ഇതേ തുടർന്ന് സലിംകുമാറിന്റെ മൂത്ത മകനായ ചന്തു സലിംകുമാർ ഇവരോട് കയർത്ത് സംസാരിക്കുകയുണ്ടായി. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. മാത്രമല്ല, ആ വീട്ടിൽ വന്നവരുടെ ചില ഭാഗം മാത്രം ഷൂട്ട് ചെയ്ത് മോശം ക്യാപ്ഷനോട് കൂടി ചാനലിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഒരു നിമിഷം പരിചയക്കാരെ കാണുമ്പോൾ ചിരിച്ചുപോയ സെലിബ്രിറ്റികളാണ് ഇതിൽ പെട്ടുപോയത്. അവരുടെ പ്രൈവസി മുതലെടുക്കുകയാണ് ഇക്കൂട്ടർ. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം രമേഷ് പിഷാരടി ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ വളരെ രൂക്ഷമായായിരുന്നു ഓൺലൈൻ മീഡിയയെ വിമർശിച്ചത്. സിനിമയുടെ പ്രൊമോഷന് വളരെയേറെ സഹായിച്ചിട്ടുള്ളവരാണ് ഇക്കൂട്ടർ. എന്നാൽ ഇങ്ങനെയൊരു അവസ്ഥയിൽ മാന്യമല്ലാതായിരുന്നു പെരുമാറിയിരുന്നത്. സെലിബ്രിറ്റികളെ എല്ലാം കാണുകയും ക്യാമറയിലൂടെ പകർത്തി സമൂഹത്തിലേക്ക് ഇറക്കിവിട്ട് കമന്റിലൂടെയും മറ്റും റീച്ച് ഉണ്ടാക്കുകയാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം. മനസ്സാക്ഷി മരവിച്ചവരെ പോലെയാണ് ഇവർ പെരുമാറുന്നത്. കയ്യിൽ ക്യാമറയുള്ള ഫോണുള്ളവർ ഓൺലൈൻ മീഡിയ എന്ന് അവകാശപ്പെടുകയാണ്. എവിടെയും കയറി ചെന്ന് എന്തും വിളിച്ചു പറയാമെന്ന തോന്നലിനാലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇനി മുതൽ കൃത്യമായി രജിസ്ട്രേഷൻ എടുത്ത് മീഡിയ എന്ന ലേബൽ ടാഗിലല്ലാതെ വരുന്നവരെ ഇതുപോലുള്ള കൃത്യനിർവഹണത്തിൽ നിന്നും മാറ്റി നിർത്താൻ സെലിബ്രിറ്റി യൂണിയൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ലംഘിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കാൻ കൊച്ചി സിറ്റി കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് സെലിബ്രിറ്റീസ് ഒന്നടങ്കം.